ആക്ച്വലി നമ്മൾ CMA USA ഓൺലൈൻ ഈവനിങ് ബാച്ച് എന്ന് പറയുന്ന ഒരു സാധനം ട്രിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതായത് CMA USA ആക്ച്വലി US വന്നത് ഈ ഒരു കോഴ്സ് റെഗുലേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡി US-ലുള്ളതാണ്. IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് എന്നൊരു ഗ്ലോബൽ ബോഡി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് CMAയുടെ കൂടെ US എന്ന് കൂടെ വന്നത്. CMA USA പഠിക്കുന്നത് വഴി നമ്മൾ പറയാം ഗ്ലോബൽ എക്സ്പോഷർ ഉള്ളൊരു കോഴ്സാണ് CMA USA എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ഡൊമൈനുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. CMA USA നമ്മൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ, നമുക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്, മൾട്ടിപ്പിൾ ഡൊമൈൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഹയർ സാലറി, മെയിൻ തിങ് ഹയർ സാലറി തന്നെയാണ്. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണോ അതൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണോ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും ഒരു കരിയർ അപ്ഗ്രേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് കഴിയുമ്പോഴേക്കും ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കോഴ്സാണ് CMA USA. CMA USA കുറിച്ച് കൂടുതൽ അറിയാനും III പ്രൊവൈഡ് ചെയ്യുന്ന CMA USA ഓൺലൈൻ ഈവനിങ് ബാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇന്ന് 2 പേരാണ് നമ്മളുടെ കൂടെ ഉള്ളത്. CMA അൽമിന ആൻഡ് ഗൗരി. വെൽക്കം. ഹായ്. സോ അൽമിന, ഈ CMA USA എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ CMA USA കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ CMA USA എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? സോ CMA USA എന്ന് പറയുകയാണെങ്കിൽ കൊമേഴ്സ് ഫീൽഡിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA USA എന്ന് പറയുന്നത്. US ബേസ്ഡ് പ്രൊഫഷണൽ ബോഡി ആയിട്ടുള്ള IMA ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് കരിയർ സെറ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് CMA USA തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് CMA USA ചൂസ് ചെയ്തത് ഗൗരി? ഞാനാണോ? അതെ, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അൽമിനെ സജസ്റ്റ് ചെയ്താണ്. റിയ സജസ്റ്റ് ചെയ്തതുപോലെ അൽമിനെ സജസ്റ്റ് ചെയ്തു. ആൻഡ് പിന്നീട് ഞാൻ കൂടുതലായിട്ട് റെഫർ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ കുറവാണ്, കോസ്റ്റ് കുറവാണ്. പക്ഷേ അത് നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് കണക്കിരിക്കും. ഡ്യൂറേഷൻ കുറയുന്നതും കോസ്റ്റ് കുറയുന്നില്ല. കൂടുതൽ നമ്മൾ ഉഴപ്പുവാണെങ്കിൽ ഡ്യൂറേഷൻ കൂടും, അതുപോലെ കോസ്റ്റും കൂടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അത് തന്നെയാണ് സെയിം റീസൺ. അൽമിന IIIയിലെ ഒരു CMA USA സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ IIIയിലെ ഒരു CMA USA ഫാക്കൽറ്റി. ഈ ഒരു ജേർണി അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുമോ? ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യണം എന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷനിൽ എങ്ങനെ ലൈഫ് സെറ്റിലാക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ CMA USA കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ IIIയുടെ ഫസ്റ്റ് ബാച്ച് ആക്ച്വലി ഓഫ്ലൈൻ ആയിട്ട് കാലിക്കറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. കാലിക്കറ്റ് എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്, പക്ഷേ കാലിക്കറ്റ് പോയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങി കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇൻസ്പിറേഷനായി. ഫാക്കൽറ്റി ഫീൽഡ് നോക്കി എനിക്ക് ഓൾറെഡി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ഫാക്കൽറ്റി എന്നൊരു ഫീൽഡിലേക്ക് വരുന്നത്. ആൻഡ് പഠിച്ച കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നു, ഒരുപാട് സ്റ്റുഡൻസിനെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നെ പാർട്ട് 2 പഠിപ്പിച്ചത് അൽമിനെയാണ്. അങ്ങനെ എന്തും തുടങ്ങിയതല്ലേ? അതെ. സോ അങ്ങനെ ശരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി, ആക്ച്വലി ജോലിയായിട്ടല്ലേ ഞാൻ ചെയ്യുന്നുണ്ട്, പാഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഗൗരി ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് CMA USA വന്നത്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രീൻ്റെ കൂടെ തന്നെ CMA USA ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ചില സമയത്ത് തോന്നാറുണ്ട്. കാരണം കുറച്ചും കൂടി അപ്പോൾ നമ്മൾ ഡിഗ്രി കഴിയുമ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടി നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഡിഗ്രിയുടെ കൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേനെന്നും വിചാരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അയാളുടെ കരിയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഗൗരി പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയുടെ കൂടെ തന്നെ നമുക്ക് നേരത്തെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാൾക്ക് എങ്ങനെ CMA USA ചെയ്യാം? അതായത് ഏത് മോഡിൽ ചെയ്യാം? ഇപ്പം ആക്ച്വലി നമ്മൾ CMA USA ഓൺലൈൻ ഈവനിങ് ബാച്ച് എന്ന് പറയുന്ന ഒരു സാധനം ട്രിപ്പിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതായത് നമുക്ക് ഡെയിലി ഒരു 2-3 hours നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പം ഒരു 9 to 5 ജോബുള്ള ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഒരു 2 to 3 hours വരെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA USA ഈവനിങ് ബാച്ചസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ റെഗുലർ ഷെഡ്യൂളിനെ ഒരു രീതിയിലും ബ്രേക്ക് ചെയ്യാണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലർ കമ്മിറ്റ്മെൻറ്റ്സിനെ ഒരു രീതിയിലും ബ്രേക്ക് ചെയ്യാണ്ട്, കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് അതിനോടൊപ്പം നിങ്ങളുടെ കരിയർ അപ്സ്കിൽ ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷനാണ് CMA USA. അതിന് നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമല്ല, ത്രൂ ഔട്ട് ദ കോഴ്സ് ഒരു 9 to 12 months കൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും. ആ 9 to 12 months നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്, ഡിസിപ്ലിൻ ഉണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, എസ്പെഷ്യലി വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇപ്പോൾ ഉള്ളതിനേക്കാളും. CMA USA നമ്മൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ, നമുക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്, മൾട്ടിപ്പിൾ ഡൊമൈൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഹയർ സാലറി, മെയിൻ തിങ് ഹയർ സാലറി തന്നെയാണ്. അതെല്ലാ പ്രൊഫഷണൽ കോഴ്സും അഷ്യൂർ ചെയ്യുന്നൊരു കാര്യം ഈ സാലറി തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി 2 to 3 hours സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ, ഒരു 1 hour നിങ്ങൾ വില്ലിങ് ആണ്, 1 year നിങ്ങൾ വില്ലിങ് ആണ് എങ്കിൽ
CMA USA ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓൺലൈൻ ഈവനിങ് ബാച്ച് ത്രൂ വർക്കിംഗ് പ്രൊഫഷണൽസിനും ഡിഗ്രി സ്റ്റുഡൻസിനും കരിയർ അപ്ഗ്രേഡ് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലേ? യെസ്, നമ്മുടെ ഇപ്പോൾ റെഗുലർ ബാച്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഈവനിങ് ബാച്ചസ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഹോസ്റ്റലിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് അത് ഡെയിലി നിങ്ങൾ അങ്ങനെ ഇരിക്കണം. ഇപ്പം നിങ്ങൾ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാണ്ട് നിങ്ങൾ ഡെയിലി ഒരു 2 to 3 hours സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഓക്കെയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. CMA USA പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിലായിരിക്കും ജോലി കിട്ടാൻ ചാൻസസ് ഉള്ളത്? CMA USA പഠിക്കുന്നത് വഴി നമ്മൾ പറയേ ഗ്ലോബൽ എക്സ്പോഷർ ഉള്ളൊരു കോഴ്സാണ് CMA USA എന്ന് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ഡൊമൈനുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൺട്രോളറായിട്ടും കോർപ്പറേറ്റ് അനലിസ്റ്റ്, ഇങ്ങനെ പല പല ജോബ് റോൾസ് ആക്ച്വലി നമുക്ക് ഈ ഒരു കോഴ്സ് അഷ്വർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ കോഴ്സിനെ മറ്റു കോഴ്സുകളിൽ നിന്നും വേഴ്സറ്റൈലാക്കി നിർത്തുന്ന ഒരു ഫീച്ചർ. അപ്പം നിങ്ങൾ CMA USA ഫാക്കൽറ്റി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുത്തേനെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആക്ച്വലി 9 to 5 കോർപ്പറേറ്റ് ജോബ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അങ്ങനത്തെ ഒരാളായിരുന്നു ഞാനെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പുറത്ത് പോയത്. ഗൾഫിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് CMA USA. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പുറത്ത് പോയിരുന്നത്. പക്ഷേ എനിക്ക് പഠിപ്പിക്കുന്നതിനോടാണ് എൻ്റെ മനസ്സ് കുറച്ചുകൂടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഫാക്കൽറ്റി ആയിട്ട് തീർക്കും. ഗൗരി ഇപ്പോൾ ഇവിടെ ടീച്ചിങ് അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഗൗരി CMA USA ഏതൊരു ഫീൽഡിലേക്ക് പോയേനെ? CMA USA ഏത് ഫീൽഡിലേക്ക്? CMA USA തന്നെ ഏത് ഫീൽഡിലേക്ക് പോയേനെ? എന്തായിട്ട് ജോലി ചെയ്യാനായിരുന്നു ഇഷ്ടം? ഞാനും പുറത്തു പോകാനുള്ള സംഭവങ്ങൾ തന്നെ ചെയ്യും. അൽമിന എവിടെയാണോ പോകുന്നത് അവിടെ തന്നെ ആയിരിക്കും ഞാനും പോവാ. അപ്പോൾ ഓഫ്കോഴ്സ് പുറത്ത് ദുബായിലോ അവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ അങ്ങനെ ആയിരിക്കും പോവാ. CMA ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും ഈ CMA USA കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ പറ്റുന്ന രാജ്യങ്ങൾ? CMA USA കൂടെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് എന്നായിരിക്കും. പക്ഷെ കുറേ പേർക്ക് ഇപ്പോഴും ആ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് എന്ന വേർഡ് എന്താണെന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല. അതായത് ഇന്ത്യയിൽ മാത്രമല്ല, ആക്ച്വലി പുറത്തും നമുക്കൊരു നേരത്തെ പറഞ്ഞൊരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, UAE അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, ഇവിടെയൊക്കെ നമുക്കൊരു നല്ല രീതിക്ക് തന്നെ ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു കോഴ്സാണ് CMA USA. ഇപ്പം എൻ്റെ കൂടെ CMA USA കോഴ്സ് ചെയ്തവരാണ് എങ്കിൽ ഇപ്പോൾ ഫാക്കൽറ്റി ഫീൽഡ് താല്പര്യമില്ലാത്തവരൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് പോയിട്ട് ദുബായിലൊക്കെ പോയിട്ട് ഒരുപാട് പേര് സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല രീതിയിൽ നമുക്ക് ജോലി അവസരങ്ങളുള്ളൊരു കോഴ്സാണ് CMA USA. പക്ഷേ നമുക്ക് ആ ഒരു കോഴ്സ് സർട്ടിഫിക്കേഷൻ മാത്രം പോരാ, അതിലുപരി നമുക്ക് ആ ഒരു സ്കില്ല് കൂടി വേണം. അല്ലാണ്ട് ആ ഒരു കോഴ്സ് പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരിടത്തും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോയുടെ താഴെയൊക്കെ കമന്റ്സ് കാണാറുണ്ട്, കോഴ്സ് പഠിച്ചു പക്ഷെ ജോലി ആയില്ല എന്നൊക്കെ. ഇത് നമുക്ക് ആക്ച്വലി ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. നമ്മൾ നല്ലൊരു ജോലിയുടെ ഇന്റർവ്യൂയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നല്ലൊരു ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആ ഇന്റർവ്യൂവിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ആ ജോലിയിലേക്ക് നമ്മൾ എടുക്കാൻ നമ്മുടെ കയ്യിൽ. അതെ, ഇപ്പൊ നമ്മൾ CMA USA ഫസ്റ്റ് റാങ്ക് കിട്ടി അല്ലെങ്കിൽ 500 മാർക്ക് മേടിച്ച് പാസ്സായി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീസ് നമ്മൾ ഹയർ ചെയ്യണമെന്നില്ല. പക്ഷെ നല്ല കമ്പനികളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ. അവിടെ നിന്ന് പിന്നെ നമ്മുടെ പെർഫോമൻസ്, ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ വളർത്തിയെടുക്കേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതിലും നിങ്ങൾ പെർഫെക്റ്റ് ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നമ്മുടെ ബിഗ് ഫോഴ്സിൽ തന്നെ നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഇപ്പോൾ CMA USA എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടാവും, USA മാത്രം ജോലി ചെയ്യാൻ പറ്റുന്ന പ്രത്യേകതരം കോഴ്സാണ് ഈ CMA USA എന്ന് പറയുന്നത്. ഈ CMA USA കോഴ്സിൽ ഇന്ത്യയിൽ നിന്നായാലും നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ USA ചെന്ന് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഡൗട്ടുകളൊക്കെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ അതൊന്ന് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? CMA USA ആക്ച്വലി US വന്നത് ഈ ഒരു കോഴ്സ് റെഗുലേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡി US-ലുള്ളതാണ്. IMA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് എന്നൊരു ഗ്ലോബൽ ബോഡി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് CMAയുടെ കൂടെ US എന്ന് കൂടെ വന്നത്. അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ 150+, ഇപ്പോൾ അത് 160+ ആക്കിയിട്ടുണ്ട്. 160-ലധികം രാജ്യങ്ങളിൽ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് MNCs ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ MNCസിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി CMA USA ഉണ്ട്. ഇവിടെ തന്നെ മാത്രമൊന്നുമല്ല, പുറത്താണേലും. പക്ഷേ ഇപ്പം ഇന്ത്യയിലെയും പുറത്തെയും റെക്കഗ്നീഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ കിട്ടുന്നത് എപ്പോഴും പുറത്ത് തന്നെയാണ്. അതിനർത്ഥം ഇന്ത്യയിൽ ഇല്ല എന്നല്ല, ഇന്ത്യയിലെ MNCസിനെല്ലാം ഹൈ ഡിമാൻഡ് തന്നെയാണ് CMAസിനുള്ളത്. CMA USA ചെയ്തൊരാൾക്ക് പൊതുവെ എത്ര രൂപ മുതൽ എത്ര രൂപയായിരിക്കും ആനുവൽ സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു ഫ്രഷർ ആണ് എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 7 lakh per annum തൊട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് 7 to 12 വരെ ആക്ച്വലി കിട്ടുന്നുണ്ട്. നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 10 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കരിയർ 10 lakh per annum നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, ഡിഗ്രി അല്ലെ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഡിഗ്രി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് ഒരാൾക്ക് ഈ ഓൺലൈൻ ഈവനിങ് ബാച്ച് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും? കാരണം എന്താ വെച്ചാൽ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് ടയേർഡായിട്ട് ഒരാൾ വരുന്നു, അയാൾ ഈ ഓൺലൈൻ ഈവനിങ് ബാച്ച് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ രാവിലെ 9 to 5 ജോബ് ചെയ്തിട്ട് അയാൾ തിരിച്ചു വരുന്നു, ഈ ഓൺലൈൻ ഈവനിങ് ബാച്ച് അറ്റൻഡ് ചെയ്യുന്നു. ഇവർക്ക് ഇതെങ്ങനെയായിരിക്കും ഹെൽപ്ഫുൾ ആവുക? ഇവിടെ നമ്മുടെ ക്ലാസ്സസ് ആയിരിക്കും ഇവർ ഈ ഒരു 5 o'clock വൈകുന്നേരം ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് വരുന്നവർക്ക് ക്ലാസ് കാണേണ്ട സമയമായിരിക്കും 5 o'clock ശേഷമുള്ള ടൈം എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ഇപ്പം വേറെ പാരലായിട്ട് വേറെ എന്തെങ്കിലും സ്റ്റഡീസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ സ്റ്റഡീസ് കുറച്ചുകൂടി CMA USA സ്റ്റഡീസ് എങ്ങനെ ഹെൽപ്ഫുൾ ആക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വർക്കിന് പോകുന്ന സമയത്തിന് എന്തായാലും ഫ്രീ ടൈംസ് ഉണ്ടായിരിക്കും, ലഞ്ച് ബ്രേക്ക് എന്തായാലും 1 hour മിനിമം ഉണ്ടായിരിക്കും, അതിനിടയ്ക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബ്രേക്സ് ഒക്കെ കിട്ടാറുണ്ട്. നിങ്ങൾ ഈ ടൈം കൂടെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും കോൺസ്റ്റന്റ് ആയിട്ട് 2 to 3 hours എല്ലാ ദിവസവും ഇരിക്കാൻ പറ്റണം എന്നില്ല. ജോലിയാകുമ്പോൾ അതിനുള്ള പ്രഷറും ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ വർക്കിനിടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലാത്ത ക്ലാസ്സിനിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈംസ് എന്ത് ചെയ്യുക, ഈ CMA USA കോഴ്സിന്റെ ഒരു റിവിഷനായിട്ട് യൂസ് ചെയ്യാം. നമ്മളും വർക്കിന്റെ ഇടയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഞാൻ സെക്കൻഡ് പാർട്ട് പഠിക്കുന്ന സമയത്ത് എക്സാമിന് മുന്നേ ഞാൻ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കായിരുന്നു ഞാനും CMA USA എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരങ്ങളിലും പഠിക്കുന്നുണ്ട്, അതിന് പുറമെ നമ്മുടെ ഈ ഓഫീസ് ടൈമിനിടയ്ക്ക് എന്തായാലും നമുക്ക് കുറച്ച് ഫ്രീ ടൈംസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, തലേദിവസം പഠിച്ച പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് അവിടെ നിന്ന് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ ഫോർമുല, ചീറ്റ് ഷീറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടും, നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നമ്മൾ എല്ലാ ദിവസവും 2 to 3 hours ഇരിക്കാൻ എത്രയൊക്കെ പറഞ്ഞാലും ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് വല്ലപ്പോഴൊക്കെ ഫേസ് ചെയ്തേക്കാം അല്ലേ. അപ്പം അത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾ ഈ ഓഫീസ് അവേഴ്സ് കൂടെ ഫുൾ ടൈം പറ്റത്തില്ല, ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ആ ടൈമിൽ നമ്മുടെ തലേദിവസം പഠിച്ച പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനോ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാനൊക്കെ യൂസ് ചെയ്യാം. അതിന് വേണ്ട വർക്കിംഗ് പ്രൊഫഷൻസിന് ഇടയ്ക്ക് ടോപ്പിക്ക് ഒന്ന് ഓർക്കുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ, അതായത് ട്രിപ്ലൈൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ഈ CMA USA ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ എന്തെങ്കിലും ഹെൽപ്സ്? യെസ്, നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഈ കോഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് പുതിയ കുട്ടികൾ വരുമ്പോൾ എന്താണ് കോഴ്സ് നൽകുന്നത്, ട്രിപ്ലൈയിൽ CMA USA എങ്ങനെയായിരിക്കും, CMA USA ട്രിപ്ലൈ എന്താണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി വഴി ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞില്ല, ഇപ്പം വർക്കിനിടയ്ക്കാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇടാറുണ്ട്, ചെറിയ ചെറിയ പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പോൾ അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാക്കൽറ്റി റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഫാക്കൽറ്റിയുടെ നോട്ട്സ്, റിവിഷൻ നോട്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അവർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് നമ്മളോട് പറയുകയാണെങ്കിൽ അത് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ പല പല പോൾസ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും ഡൗട്ട് ക്ലിയർ സെഷൻസ് ആയിട്ടൊക്കെ നമ്മൾ ഓരോന്നും കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിനെ പറ്റിയൊരു ഐഡിയ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇപ്പം കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ക്വസ്റ്റ്യൻ ഉത്തരം അറിയാമെന്നല്ല, ഇത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ കുറച്ചുകൂടെ നമുക്കിപ്പം നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാം ഈ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഇന്ന ടോപ്പിക്സ് ആണ് ഇതിലുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ കൂടെ CMA USA ചെയ്യുന്നത് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡിഗ്രിക്കുള്ള ഒരുപാട് ടോപ്പിക്സ് ആക്ച്വലി CMA USA ഉണ്ട്. അവിടെ ഒരു പോർഷൻ ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ സാധനം CMA USA നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ CMA USA പഠിച്ചൊരു സാധനം നിങ്ങൾ ഡിഗ്രിയുടെ എക്സാം വരുമ്പോൾ അവിടെ അത് കുറച്ചുകൂടെ നിങ്ങൾ ഹെൽപ്ഫുൾ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഡിഗ്രിയോടൊപ്പം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ചെയ്യുന്നവർക്ക് ഈ ഒരു പോർഷൻ ഓവർലാപ്പിംഗ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പേര് പറയുന്നുണ്ട്, ഈ ടോപ്പിക്ക് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചതാണല്ലോ. നമ്മൾ ചില പോർഷൻസ് ഒക്കെ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ പറയും, ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, ഇതാണല്ലേ. അപ്പം അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആ ദിവസങ്ങളിൽ അവർക്ക് ചിലപ്പോൾ 2 to 3 hours ഇരിക്കണം എന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോർഷൻ ആകുമ്പോൾ 2 to 3 hours ഡെയിലി ഇരിക്കണം എന്ന് വരുന്നില്ല. ആ ദിവസങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ ക്ലാസ്സസ് തീർക്കാൻ പറ്റും, ആ സമയം വേറെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അവർ ആക്ച്വലി അവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി അക്കൗണ്ടിങ് ഒരു മാനേജ്മെന്റ് ഫീൽഡ് ആണെങ്കിൽ അപ്പോൾ അവർക്കത് സ്റ്റഡീസിനെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. കാരണം അവർക്ക് റിയൽ നോളജ് ഇരിക്കുകയാണ്, ഒരു കമ്പനി എങ്ങനെയാണ്, കമ്പനിക്കകത്തുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അവിടുത്തെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതിനുള്ള റിയൽ നോളജ് അവർക്കുണ്ട്. അത് വെച്ച് CMA USA വരുമ്പോൾ ടോപ്പിക്സ് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനും റിയൽ കമ്പനി വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാനും പറ്റും. സോ ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ആക്ച്വലി വരുന്നുണ്ട് ഒരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ. CMA USA കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് A to Z ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ നമുക്ക് കിട്ടുന്നുണ്ട്, ഉറപ്പാണ്. നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്.
ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം നമ്മൾ ആ എങ്ങനെ പ്രിപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോകുന്നു കൊടുക്കുന്നതല്ലേ. ഓക്കെ, സോ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ ട്രിപ്പിൾ ഐ പ്രൊവൈഡ് ചെയ്യുന്നത്. CMA USA ഓൺലൈൻ ഈവനിങ് ബാച്ച് ജോയിൻ ചെയ്യാൻ വരുന്നൊരു കുട്ടി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വരുന്നൊരു ഡിഗ്രി സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും പറയാനുള്ളത്? അതായത് ആദ്യമായിട്ട് അവർക്ക് CMA USA കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ അവരുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യണം. അവർ ലോ സാലറിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അവരുടെ കരിയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പഠിച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാൾ CMA USA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് അറിയുന്നു, ട്രിപ്പിൾ ഐയിലെ ഓൺലൈൻ ഈവനിങ് ബാച്ചിന് വന്ന് ചേരുന്നു. ഇവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? റൈറ്റ് പാത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ആ ഒരു CMA USA എടുക്കണം, നിങ്ങളെ കരിയർ ബൂസ്റ്റ് ചെയ്യണം എന്നൊരു ചിന്ത വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലോട് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് തന്നെയാണ് CMA USA. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ഇട്ട് അല്ലെങ്കിൽ അത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് അപ്രോച്ച് ചെയ്യേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ കോഴ്സ് എടുക്കുവാണെങ്കിൽ. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരു സ്ട്രോങ് ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് തന്നെ CMA ആകാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഇതുവരെ ശീലിച്ചിൽ നിന്ന് മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ, കംഫർട്ട് സോണിൽ നിന്നൊക്കെ നമ്മളൊന്ന് ഇറങ്ങി വരണം. അതെ, ഇപ്പൊ ഇതുവരെ നിങ്ങൾ ഒരു പക്ഷേ 9 to 5 ജോബ് കഴിഞ്ഞു ഫുൾ റെസ്റ്റിംഗ് ഒക്കെ ആയിരിക്കാം, വലിയ രീതിയിൽ പിന്നീട് സ്ട്രെസ് എടുക്കണം എന്നില്ല. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ എന്റർടൈൻമെന്റ് ഒക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരാം. എല്ലാ ദിവസവും ഞാൻ പറയുന്നത്. പക്ഷേ ഇനി നമുക്കൊരു നമ്മുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡെയിലി റുട്ടീൻസിലും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. പഠിക്കുന്നവരായിക്കോട്ടെ, വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നമുക്ക് ഇനി മുതൽ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഓഫീസ് ടൈമിനാണെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ മുന്നേ നമ്മൾ സംസാരിക്കാൻ പോകുമായിരിക്കും, ചായ കുടിക്കാനൊക്കെ പോയി കുറച്ച് താമസിച്ചൊക്കെയായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാകുക. അപ്പം ഇനി അതിലൊക്കെ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 വർഷം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ആ 1 വർഷത്തിന് ശേഷമുള്ളൊരു ലൈഫുണ്ട്. നമ്മൾ ഇത് കോഴ്സ് ചെയ്യുമ്പോൾ സ്വപ്നം കണ്ട ഒരു സാധനമില്ലേ, അതിന് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് ആക്ച്വലി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 1 വർഷം എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ പിന്നീടുള്ള ലൈഫ് സെറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 1 വർഷം നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ അതൊരിക്കലും വെറുതെ ആകത്തില്ല, വോത്തിട്ടായിരിക്കും, ഡെഫിനറ്റ്ലി വോത്തിട്ടായിരിക്കും. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ മോഡിലാണല്ലോ. അപ്പം ഓൺലൈൻ മോഡ് ആകുമ്പോൾ തന്നെ ആളുകൾക്കുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മൾ ഓഫ്ലൈനിൽ കിട്ടുന്ന പോലുള്ള കെയർ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു അസസ്മെന്റ്, എക്സാം എഴുതി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ ഈ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ബാച്ചിലേക്ക് ചേരുന്ന ഒരാൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം ഈ ഓൺലൈൻ ഈവനിങ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അല്ലെങ്കിൽ എന്താണ് എക്സാംസിൻ്റെ അസസ്മെന്റ്സ് ആണെങ്കിലും പെർഫോമൻസ് അനാലിസിസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബാച്ചിലുണ്ടാവും. യെസ്, നമ്മൾ ഇതുവരെ പഠിച്ചൊരു രീതി വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ആക്ച്വലി. നമുക്ക് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നമ്മുടെ ടെസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് എല്ലാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ്. നമ്മുടെ മെയിൻ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജ് മുതലേ നമ്മളത് ശീലിക്കേണ്ടതായിട്ടുണ്ട്. മുന്നേ നമ്മൾ സ്കൂളിൽ പോയി എഴുതുന്നൊരു ടൈപ്പ് ആയിരുന്നല്ലേ, ഇപ്പോൾ അതിൽ മാറിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്, MCQs ആയിരിക്കും, essays ടൈപ്പ് ചെയ്യാനാണുള്ളത്. സോ നമ്മളത് നേരത്തെ അത് ഇനിഷ്യൽ ടൈം മുതലേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കിപ്പം പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കീബോർഡ് തന്നെ നോക്കണമെന്നില്ല, അല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതേ സാധനം നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രശ്നം മെയിൻ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ടെൻഷനും കൂടെ വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും നമുക്ക് ചിലപ്പം ക്ലിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഇനിഷ്യൽ ടൈം മുതൽ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. സോ പിന്നെ അറിയാലോ, ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ അധികം സമയം നമുക്ക് ഇതിന് ഇല്ല. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് എല്ലാം ട്രിപ്പിൾ ഐയുടെ ആപ്പ് ത്രൂ ആയിരിക്കും നമ്മുടെ എക്സാംസ് വരുന്നുണ്ടാവുക. ഇവാലുവേഷനും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന റിസൾട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. കംപ്ലീറ്റ് എക്സാംസ് എല്ലാം അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ എക്സാം എഴുതുന്നു, ആപ്പ് ത്രൂ എക്സാംസ് എഴുതുന്നു, ഓൺലൈനായിട്ട് എക്സാംസ്, അതും കൺവീനിയൻ്റ് ആണ്. നിങ്ങൾക്ക് ഓഫീസ് അവേഴ്സിന് ഇടയ്ക്ക് വേണമെങ്കിൽ എക്സാം എഴുതാനായിട്ട് പറ്റും.
അവിടെയും നമുക്കിപ്പോൾ ഓഫ്ലൈനായിട്ട് വരേണ്ട ആവശ്യം, ഒരു ബുക്കും പേപ്പറിൻ്റെ ആവശ്യം പോലും ഇല്ല. ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ എല്ലാവരും. ഫോണിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് എക്സാംസ്. സോ നിങ്ങൾ ഫ്രീ ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പിൽ കയറി എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ദെൻ ആൻസേഴ്സ് ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ, മറ്റ് ആൻസേഴ്സ് എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻസ് ഇപ്പോൾ ആപ്പിൽ അവൈലബിൾ ആണ്. സോ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മോഡാണ് ഇവിടെ എല്ലാം. ടെസ്റ്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ, നമ്മുടെ പെർഫോമൻസ് ഇവാലുവേഷനിലായിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് രീതിയിലായിരിക്കും ഈ ഒരു CMA USA വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുന്നത്. ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ കല്യാണം കഴിഞ്ഞ് നേരത്തെ ലൈഫ് ആ ഒരു രീതിക്ക് സെറ്റിൽഡായി, കുട്ടികളൊക്കെ ആയി, നമ്മളുടെ കരിയർ ഫുൾ സ്റ്റോപ്പിൻ്റെ വക്കിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പേഴ്സണലി അറിയുകയും ചെയ്യാം. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഞാനിനി എന്ത് ചെയ്യും, ഇനി എന്ത് ജോലിക്ക് പോകും, ആകെ എൻ്റെ ഒരു ഡിഗ്രി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ ഒരാളായിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ CMA USA ഓൺലൈൻ ഈവനിങ് ബാച്ച് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും? അവരെയും കൂടെ എയിം ചെയ്തിട്ടാണ് ഈ ഒരു CMA USA ഈവനിങ് ബാച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് ഒത്തിരി പേര് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് അവരുടെ കരിയർ ബ്രേക്ക് ആയി പോയിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഇനി ഒന്നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ് CMA USA എന്ന് പറയുന്നത്. അത് അവരുടേതായ ഇപ്പം വൈകിട്ട് 6:30 7 മണി അങ്ങനത്തെ അവരുടെ കൺവീനിയൻറ്റ് ടൈം നോക്കിയാണ് നമ്മൾ ക്ലാസ്സസും അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ടൈം ഒരു 3 മണിക്കൂറൊക്കെ മാക്സിമം ഇരുന്നാൽ മതിയാവും. അപ്പോൾ അങ്ങനെ എഴുതി പാസ്സായ ഒത്തിരി കുട്ടികളുണ്ട്. നമ്മുടെ ബാച്ചിൽ തന്നെ ഒത്തിരി കുട്ടികളുണ്ട്. ആഫ്റ്റർ മാരേജ് കുട്ടികളൊക്കെ ആയതിനു ശേഷം ഈ പറഞ്ഞതുപോലെ. അത് മാത്രമല്ല ഇതിന് ആക്ച്വലി ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഈ കോഴ്സ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഒരു ടീനേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 25 വയസ്സിനകത്തോട്ടുള്ളവർക്ക് മാത്രം അങ്ങനെ ഒന്നുമില്ല. ഞാൻ പഠിപ്പിച്ചൊരു ക്ലാസ്സിൽ ഒരു 35 വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് 40 വയസ്സിന് മേലോട്ടുള്ളവരും ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് മിനിമം +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ആർക്കും വേണമെങ്കിലും ചെയ്യും. ഇപ്പം ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്താണല്ലോ ഈ ജോലിയുടെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ വന്നത്. ഇപ്പം 2 പേർക്കും ജോലിയില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഹസ്ബൻഡായിക്കോട്ടെ വൈഫിനായിക്കോട്ടെ ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ എങ്ങനെയെങ്കിലും ഒന്ന് ജോലി കിട്ടണം. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻസ് കാരണം ഒരിടത്ത് പോയി രാവിലെ ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ അവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈവനിങ് ബാച്ച്. അൽമിന പറഞ്ഞിരുന്നു നമ്മളുടെ വർക്കിൻ്റെ ബ്രേക്സിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം, അപ്പോൾ റിവിഷൻസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒരു സ്വാഭാവികമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും ഡൗട്ട് വരും, ഇഷ്ടംപോലെ ഡൗട്ട് വരും. പഠിക്കുന്നത് കൂടുന്തോറും നമുക്ക് ഡൗട്ടുകൾ കൂടി വരും. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ എന്താ വഴി? ഈ ഓൺലൈൻ ഈവനിങ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് അതായത് നേരിട്ട് ഇന്ററാക്ഷൻസ് ഒന്നും നടക്കണില്ലല്ലോ. അതല്ല അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വർക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ കയ്യിൽ കരുതുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനുണ്ട് ആക്ച്വലി മെൻറ്റേഴ്സ് ഉള്ളത്. നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ഏത് സമയത്ത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും പോർഷൻ റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അൽമിന നേരത്തെ പറഞ്ഞു നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകളിൽ ചെറിയ ചെറിയ റിവിഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാമെന്ന് പറയും. അപ്പോൾ എന്തായാലും പഠിക്കുന്ന ഒരാൾക്ക് ഇഷ്ടംപോലെ ഡൗട്ട് ഉണ്ടാവും. എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ നമുക്ക് അപ്പം ക്ലിയർ ചെയ്ത് പോകാൻ എന്താ ഒരു വഴി? കാരണം നമ്മൾ നേരിട്ടൊരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ലല്ലോ ആളുകളുടെ അടുത്ത്, ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നേരിട്ടൊരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. സ്റ്റുഡൻസിനൊപ്പം എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. അതെങ്ങനെയാണ് അപ്പം ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുക? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡൗട്ട്സ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മെൻറ്റർ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഡെഡിക്കേറ്റഡ് മെൻറ്റേഴ്സ് ഉണ്ട്. ഒരു വാട്സപ്പ് നമ്പർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവർ എപ്പോൾ ആണെങ്കിലും ഏത് സമയത്ത് അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർക്ക് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ഡൗട്ട്സ് മെൻറ്റേഴ്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് സെഷൻ ഉണ്ടാവും. അവർക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇപ്പം ഏത് ടോപ്പിക്കാണോ കഴിഞ്ഞത് ആ ടോപ്പിക്കിൻ്റെ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ടഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലോ. പെട്ടെന്ന് അവർക്ക് ഒരാളെ കിട്ടണം എന്നില്ല അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് 4 ഓപ്ഷനും എന്താ പറയുന്ന രീതിക്ക് ഉള്ളൊരു വീഡിയോസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം. സോ ഇത്രയും നേരം CMA USA കോഴ്സിനെ കുറിച്ചും CMA USA ഓൺലൈൻ ഈവനിങ് ബാച്ചിനെ കുറിച്ചും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇൻസൈറ്റ്സ് തന്ന നമ്മളുടെ അൽമിനയ്ക്കും ഗൗരിക്കും വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.